പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഇടതുപക്ഷം വലതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കായംകുളത്ത് നിന്ന് എടുത്തു പറയേണ്ടി വരും. ആലപ്പുഴയിൽ കായംകുളത്ത് വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഏകദേശം 218 പേരാണ് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും നേതാക്കൾ പ്രവർത്തകരടക്കം ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒട്ടനവധി പേർ 30-ലധികം പേർ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 250-ലധികം പേരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ഒറ്റയടിക്ക് കൂട്ടമായി ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. അതും കായംകുളത്ത് നിന്നും മാത്രമായിട്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇതിൽ പാർട്ടിയിൽ ഉൾപ്പെടാത്തവർ പോലും പലരും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പോലും പലരും ബി ജെ പിയിലേക്ക് ചേരുന്നു കായംകുളത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയും. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കായംകുളത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം, ഒരു തരംഗം, അത് ഇപ്പോഴും കായംകുളത്ത് നിലനിൽക്കുന്നു എന്നുള്ളത്, ആലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കായംകുളം പോലുള്ളൊരു സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ശോഭയെ കാരണമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും അതിനുശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ കോട്ടയായ ഒരു സ്ഥലത്ത് നിന്ന് നിരവധി പ്രവർത്തകർ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് കൂട്ടമായി ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ തന്നെയാണ് കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 250-ലധികം പേർ ഒറ്റയടിക്ക് കൂട്ടമായി ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാത്തിരിക്കാം. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തെല്ലാം അട്ടിമറികളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ദിനം പ്രതി നടന്നു വരുന്ന ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയും, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന, വലതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വോട്ടായി മാറുന്ന തരത്തിലോട്ട് ബി ജെ പിക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.